ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. നമ്മൾ SCERT ന്യൂ ടെക്സ്റ്റിലെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് തൊഴിൽ വൈവിധ്യങ്ങൾ എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഈ പാഠഭാഗത്ത് ഒരു കവിത കൊടുത്തിട്ടുണ്ട്. കവിതയുടെ പേര് പഠിപ്പ് തീർന്നാൽ എന്നാണ്. ആ കവിത എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. അത് ചിലപ്പോൾ നമ്മൾ മലയാളത്തിലൊക്കെ ചോദിക്കാം. കവിതയും കർത്താവും ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പം. അപ്പോൾ അങ്ങനെയുള്ളതിൽ ചിലപ്പോൾ വരാം. അപ്പോൾ പഠിപ്പ് തീർന്നാൽ എന്നുള്ള കവിതയുടെ രചയിതാവ് NV കൃഷ്ണവാര്യർ ആണ്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലികൾക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. ഓക്കെ, അപ്പം എന്താണ് ഡിഫറൻസ്? കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മൾ ദിവസവേതനത്തിലും അതുപോലെ തന്നെ മണിക്കൂറുകൾക്കൊക്കെ നമ്മൾ പൈസ അങ്ങനെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഗസ്റ്റ് പോലുള്ള അങ്ങനെയുള്ളവയെ നമ്മൾ കൂലിയെന്നും, മാസത്തിലാണ് നമുക്ക് സാലറി ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ശമ്പളം എന്നുമാണ് വിളിക്കുക. ഓക്കെ, സാലറി തന്നെയാണല്ലേ ശമ്പളം. അപ്പം മാസത്തിലാണ് നമുക്ക് നമ്മുടെ തൊഴിലുടമ നമുക്ക് പ്രതിഫലം തരുന്നതെങ്കിൽ അങ്ങനെയുള്ളവയെ നമ്മൾ ശമ്പളം എന്നുമാണ് വിളിക്കുക. വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. ആസ്തികൾ. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ? കൃഷി, തൊഴിൽ, ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം, ബാങ്ക് നിക്ഷേപം, ആസ്തികൾ, ഓഹരി നിക്ഷേപങ്ങൾ ഇവയൊക്കെയും വരുമാന സ്രോതസ്സുകളാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. വരുമാന സ്രോതസ്സുകൾ: കൃഷി, വരുമാനം വിള. തൊഴിൽ, വരുമാനം കൂലി അല്ലെങ്കിൽ ശമ്പളം. ബിസിനസ്, വരുമാനം ലാഭം. ബാങ്ക് നിക്ഷേപം, വരുമാനം പലിശ. ആസ്തികൾ, വരുമാനം വാടക അല്ലെങ്കിൽ പാട്ടം. ഓഹരി നിക്ഷേപങ്ങൾ, വരുമാനം ലാഭ വിഹിതം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി എന്താണ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്ന് നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാക്കുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനമെന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഇനി എന്താണ് കാർഷിക തൊഴിലുകൾ എന്നും എന്താണ് കാർഷികേതര തൊഴിലുകളെന്നും നോക്കാം. കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും
അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. എക്കണോമിക് റിവ്യൂ 2022-23. ഇനി കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിന് സ്വയം തൊഴിൽ എന്ന് പറയുന്നു. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകൻ മാത്രമായിരിക്കും. സ്വയം തൊഴിൽ പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. നവജീവൻ പദ്ധതി മുതിർന്ന പൗരർ, കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർ, ശരണ്യ പദ്ധതി വനിതകൾ. ഓക്കെ, ഇതിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്താണ് നവജീവൻ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 വയസ്സിനും 65 വയസ്സിനും മധ്യയുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. അടുത്തത് കൈവല്യ. ഭിന്നശേഷിക്കാർക്കായുള്ള തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. 2016 ഈ പദ്ധതി ആരംഭിച്ചത്. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആളുകൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലിശരഹിത വായ്പകൾ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ നടത്തുന്നത്. അടുത്ത ഒരു പദ്ധതിയാണ് ശരണ്യ. സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ. വിവാഹമോചനം നേടിയ വനിതകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. ജീവനം. അതിക്രമത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അവിവാഹിതരായ മകൻ അല്ലെങ്കിൽ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി. ഓക്കെ, ഇത് കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കുമനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ 3 അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക. കുറച്ച് ഡെഫിനിഷൻസൊക്കെ പഠിക്കാനുണ്ട്, മനസ്സിലാക്കി വെക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ.